മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു. മലയാളത്തിന്റെ ബിഗ് ബ്രദർ ലാലേട്ടൻ അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു. ഞാൻ ആ കാര്യത്തിനോട് ഒരിക്കലും യോജിക്കുന്ന ഒരാളല്ല. ലാലേട്ട എത്രയോളം കഥാപാത്രങ്ങൾ കണ്ട് നിങ്ങളുടെയൊക്കെ ആരാധകരായി മാറിയിട്ടുള്ള എത്രയോ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. ഞാനും നിങ്ങളുടെ ഒരു ആരാധകനാണ്. നിങ്ങളുടെ സിനിമകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഞാൻ കേൾക്കുന്നതുമാണ്. ഇതിനു മുൻപ് മലയാള സിനിമ നേരിട്ട ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട കേസ്. അതുമായി ബന്ധപ്പെട്ട് അമ്മയിലെ അംഗങ്ങൾ മുകേഷ് ഏട്ടനും അതുപോലെ തന്നെ നമ്മുടെ ഗണേഷ് കുമാറും ഒക്കെ ആൾക്കാരോട് എതിർക്കുകയും തർക്കിക്കുകയും ചെയ്തപ്പോൾ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ തലകുനിച്ചിരിക്കുകയാണ് ചെയ്തത്. അന്നേ എനിക്ക് ലാലേട്ടനോടുള്ള ഒരു ലാലേട്ടൻ എന്തെങ്കിലും ഭയപ്പെടുന്നത്? ആരെയാണ് ലാലേട്ടൻ ഭയപ്പെടുന്നത്? മലയാളത്തിന്റെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ. ആ സ്റ്റാർഡമിൽ നിൽക്കുമ്പോൾ അമ്മ എന്ന സംഘടനയ്ക്ക് നേരെ അല്ല ഈ ആക്രമണം, അതിലുള്ള കുറച്ച് വ്യക്തികളുടെ നേരെയാണ് ആക്രമണം. നിങ്ങളുടെ അമ്മ എന്ന സംഘടന മാത്രമാണോ ഇതിലുള്ളത്? ടെക്നീഷ്യൻ സംഘടനകൾക്ക് ഉത്തരവാദിത്വമില്ലേ? ഇങ്ങനെ ഭീരുവായി ഒളിച്ചോടുന്ന ഒരാളായിട്ട് ലാലേട്ടനെ കാണാൻ കഴിയില്ല. ലാലേട്ടനെതിരെ യാതൊരു ആരോപണവും വന്നിട്ടില്ല. അപ്പൊ മുന്നിൽ നിന്നുകൊണ്ട് ഈ സംഘടനയെ നയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് ചെറുപ്പക്കാർ, ഇന്നലെ വന്ന നെസ്ലിൻ പോലും അതിൽ അംഗമല്ലേ? ഇത്രയും അംഗങ്ങളുള്ള ഒരു വലിയ സംഘടനയുടെ അമരത്തിരിക്കുന്ന അത്രയും റെസ്പോൺസിബിൾ ആയിട്ടൊരു സ്ഥാനത്തിരിക്കുന്ന ലാലേട്ടൻ ഇതുപോലെ 4-5 ആരോപണങ്ങൾ വന്നപ്പോൾ അതും താങ്കൾക്ക് നേരെ വന്നിട്ടില്ല, മറ്റ് നടന്മാർക്ക് നേരെ, സഹപ്രവർത്തകർക്ക് നേരെ ആരോപണങ്ങൾ വന്നിരിക്കുന്നു. നിലവിൽ ആരോപണങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്, തെളിയിക്കപ്പെടേണ്ടതുണ്ട്, ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉച്ച നേരത്ത് വന്നിട്ട് സംഘടനയുടെ ഭരണസമിതി മുഴുവൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ്? രാജിവെച്ചതോടുകൂടി നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞോ? ഒരു രാജിയിൽ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു എന്നും മറുപടികൾ പറയേണ്ട എന്നും ലാലേട്ടൻ ചിന്തിക്കുന്നുണ്ടോ? സത്യത്തിൽ അത്ഭുതം കൂറിയാണ് ഞാനൊക്കെ ഇരിക്കുന്നത്. എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ഒരു രാജിവെച്ച് ഒളിച്ചോടുന്ന ഒരു രംഗം. സാറ് ശരിക്കും മുന്നിൽ വന്നിരുന്നു കൊണ്ട് കൃത്യമായ മറുപടികൾ കൊടുക്കേണ്ടതാണ്. ഇന്നലെ മലയാളത്തിന്റെ യങ് സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജ് നൽകിയ മറുപടികൾ വളരെ ആശ്ചര്യം തോന്നി. എന്തൊരു എനർജറ്റിക് ആയിട്ടാണ്, ഒരു ബബ്ബ അടിക്കാതെ എന്തൊരു വ്യക്തവും സ്പഷ്ടവുമായ വാക്കുകളിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. ലാലേട്ടൻ അത് കഴിയാതെ പോകുന്നത് ലാലേട്ടൻ തിരക്കിലാണെന്നും ചെന്നൈയിലാണെന്നും പല പല കാര്യങ്ങളുമായിട്ട് തിരക്കിലാണെന്നും അറിയാം. അപ്പോൾ ലാലേട്ടൻ തിരിച്ചു വന്നിട്ട് അതിന് മറുപടി പറയേണ്ടതാണ്. ഒരു ആപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉണ്ടാവുമ്പോൾ മൊത്തത്തിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ ഈ മാധ്യമങ്ങൾ വെട്ടിക്കിളികൾ, എരപ്പാളികൾ, യവന്മാർക്ക് വേറൊന്നും നോക്കാനില്ല. ഇവർക്ക് ഇങ്ങനെ ആരെങ്കിലും പിടിക്കുക, ക്രൂശിക്കുക, എടുത്തു കളയുക, അടുത്ത ആളെ കൊണ്ടുവരിക, ക്രൂശിക്കുക, എടുത്തു കളയുക. ഇവന്മാർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമുണ്ട്, പ്രത്യേക മതമുണ്ട്, പ്രത്യേക സംഘടനാ ചിന്താഗതികളുണ്ട്, ചില ചിന്താധാരകൾ ഇവർക്കുണ്ട്. അതുകൊണ്ട് ഇവന്മാരെ ഒന്നും നോക്കണ്ട. എന്റെ ഒരു അഭിപ്രായത്തിൽ ലാലേട്ടൻ ഇവിടെ ജനങ്ങളെ കാണുകയും മാധ്യമങ്ങളെ കാണുകയും പ്രതികരിക്കുകയും ചെയ്യണം. സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കാൻ ഏമാരെ മുന്നിൽ പോയി പ്രതികരിക്കണം എന്നത്ര നിർബന്ധം? ഒരു നിർബന്ധമില്ല. ഇങ്ങനെ ഈ മാധ്യമ ഊളകൾ യുവന്മാർ ഓരോ കേസ് കഴിയുമ്പോൾ അടുത്തടുത്തേക്ക് ഓടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ സിനിമയുടെ അബ്രവാളികളിൽ കണ്ട് ആശ്ചര്യം കൊണ്ട് താങ്കളുടെയൊക്കെ ആരാധകരായി തീർന്ന കോടിക്കണക്കിന് ചെറുപ്പക്കാരുള്ള ഈ കേരളത്തിൽ യഥാർത്ഥ ജീവിതത്തിൽ ഇതുപോലൊരു പ്രതിസന്ധി വന്നപ്പോൾ അതിൽ നിന്നും പിന്മാറുകയോ ഒളിച്ചോടുകയോ ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഭരണസമിതി മൊത്തം രാജിവെച്ചതിനോട് എനിക്ക് പൂർണ്ണമായി എതിർപ്പാണ്. ആരോപണങ്ങൾ വന്നവരെ ശിക്ഷിക്കാൻ ആ ഭരണസമിതിയിലുള്ളവർ തയ്യാറാവണം. ഭരണസമിതിയിൽ കൂടെ ഉള്ളവൻ തെറ്റ് ചെയ്താൽ അവനെയും ശിക്ഷിക്കാൻ തയ്യാറാവണം. അങ്ങനെ അവരെക്കെതിരെ കൃത്യമായ നടപടികൾ എടുത്തുകൊണ്ട് നിലവിൽ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളുടെ മേൽ കൃത്യമായി പ്രതികരിച്ചുകൊണ്ട്, സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ നടക്കുന്നുണ്ടാകാം. സിനിമാ മേഖലയിൽ നടന്നിട്ടുള്ളത് മാത്രമേ നിങ്ങൾക്ക് പ്രതികരിക്കാനോ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാനോ കഴിയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി കൃത്യമായി ആക്ഷൻ എടുക്കുകയും ചെയ്യുക എന്നതാണ് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ചെയ്യേണ്ടിയിരുന്നത്. ഇതുപോലൊരു അന്വേഷണ കമ്മീഷൻ വന്നെന്നും അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നെന്നും 4 പേർ അവിടെ നിന്ന് വിളിച്ചു കൂവിയെന്നും പറഞ്ഞ് രാജിവെച്ച് ഓടുകയല്ല വേണ്ടത്. സുരേഷ് ഗോപിയായിട്ട് നേരത്തെ പ്രതികരിച്ച കണ്ടില്ല, ഇറങ്ങി പോടാൻ തുടങ്ങി, സൗകര്യമില്ല എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. മാധ്യമ വെട്ടുക്കിളികൾ കേവലം TRP റേറ്റിംഗിന് വേണ്ടി മാത്രം വിടുവേല ചെയ്യുന്ന വെറും തരംതാണ ഒരു ജോലി എന്ന നിലയിലാണ് അവന്മാരത് കൊണ്ടുപോകുന്നത്. അവർക്ക് മുതലാളിമാരുണ്ട്, മുതലാളിമാര് പരസ്യം ഇടുന്നുണ്ട്, പരസ്യത്തിന് കാശ് മേടിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളോട് സംസാരിക്കാൻ ലാലേട്ടന് അവരെ വേണ്ടാന്നുണ്ടെങ്കിൽ സ്വന്തം ഫേസ്ബുക്കിലൂടെയോ ട്വിറ്ററിലൂടെയോ യൂട്യൂബ് ചാനലിലൂടെയോ ലൈവ് വന്ന് താങ്കൾ പ്രതികരിക്കാം. പക്ഷേ ഈ രാജിയെ സത്യം പറഞ്ഞാൽ എനിക്കത് വിഷമമുണ്ട്. ഇങ്ങനെ അല്ല ഒരു നായകൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു 17 വയസ്സ് തൊട്ട് 16 വയസ്സ് തൊട്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള ആവേശം കൊണ്ട് സിനിമയിൽ അഭിനയിച്ച് ഇന്ന് ഇത്രയും വലിയൊരു സ്റ്റാർഡമിലേക്ക് എത്തിയ ലാലേട്ടൻ സന്ധിക്കാത്ത പ്രതിസന്ധികൾ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ആധുനിക കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ സാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ ഒരു മലയാളി എന്ന നിലയിൽ, ഒരു സിനിമയുടെ നല്ല പ്രേക്ഷകൻ എന്ന നിലയിൽ സത്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. ഇതിൽ നിന്നുമെല്ലാം മാറി മലയാള സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ വരികയും അവർ സുരക്ഷിതമാണെന്നും അവരുടെ ശരീരത്തിനും മാനത്തിനും വില പറയാൻ മലയാള സിനിമയിലെ ഒരുത്തരും തല പൊക്കില്ല എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് അവരെല്ലാം സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുകയും നിലവിൽ വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയരായവർക്കെതിരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശക്തമായ ആക്ഷനും എടുക്കുന്ന
ഒരു സൂപ്പർ നായകനെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വേണ്ടിയിരുന്നത്.